അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് കേട്ടിരിക്കണം. കാര്യം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നമ്മൾ മെയിനായിട്ട് 4 കോൺസെപ്റ്റായിട്ടാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ദെൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ 4 കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഈ 4 കോൺസെപ്റ്റ് എന്താണെന്നും ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഫസ്റ്റ് ക്ലാസ് കൃത്യമായിട്ട് കേട്ടിരിക്കണം. അപ്പോൾ ആ ഫസ്റ്റ് ക്ലാസ് അനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് ഒരു സെപ്പറേറ്റ് കോൺസെപ്റ്റാണ്. ഈ 4 കോൺസെപ്റ്റിനകത്ത ഒരു കോൺസെപ്റ്റ് 1970കളിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഓൾഡർ വെർഷനാണ്. ഇപ്പോഴും അത് നിലവിലുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് അനുസരിച്ച് ഈ 4 കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഈ 4 കോൺസെപ്റ്റിൽ ഫസ്റ്റ് കോൺസെപ്റ്റിൻ്റെ പേര് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. വീണ്ടും പറയുന്നു, ഇതൊരു ജനറൽ കോൺസെപ്റ്റായിട്ടല്ല. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഈ 3 കാര്യം പഠിപ്പിക്കലല്ല. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് കോൺസെപ്റ്റാണ്. നമ്മൾ ഇന്ത്യക്കാരന്ന് അങ്ങനെയാണ് പേരിട്ടത്. നമ്മൾ ഈ ഇവിടെ ഇടത്തോ വലത്തോ കൂടുതൽ വാക്കുകളൊന്നും ചേർക്കാതെ നമ്മൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റിനെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് മാത്രമാണ് അന്ന് വിളിച്ചത്. ഓക്കെ, അപ്പം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ജനറലായിട്ട് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് 3 പറയലല്ല. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വീണ്ടും പറയുന്നു, ഇതൊരു സെപ്പറേറ്റ് കോൺസെപ്റ്റാണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് തന്നെ ഒരു സെപ്പറേറ്റ് കോൺസെപ്റ്റിനെയാണ്. അതുപോലെ മറ്റൊരു കോൺസെപ്റ്റാണ് IAS, അതുപോലെ മറ്റൊന്നാണ് IFRS, അതുപോലെ മറ്റൊന്നാണ് IND-AS. ഇങ്ങനെ 4 കാര്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കമ്പനികളുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഓക്കെ, ഈ കമ്പനീസ് എല്ലാം തന്നെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. എല്ലാ കമ്പനീസും കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. വർഷാവർഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പബ്ലിഷ് ചെയ്തിരിക്കണം. ഓരോ കമ്പനിയും ഓരോ രീതിയിലാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആകപ്പാടെ കൺഫ്യൂഷൻ ആവും. സോ ഒരു യൂണിഫോമിറ്റി വേണമെന്നത് നിർബന്ധമാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കമ്പനികളും എല്ലാവരും ഒരുപോലെ ആയിരിക്കണം അക്കൗണ്ടിങ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ഒരുപോലാണെങ്കിൽ മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റൂ. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്താൽ മാത്രമേ അവിടെ ഒരു കമ്പാരിസൺ സാധ്യമാകൂ. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നിലവിൽ വരുന്നത്. അപ്പോൾ ബേസിക് പർപ്പസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കമ്പനികളും, വെദർ ഇറ്റ് ഈസ് എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്, ഇസഡ് ലിമിറ്റഡ്, എന്തോ ആയിക്കോട്ടെ, എല്ലാ കമ്പനികളും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ യൂണിഫോമിറ്റി കീപ്പ് ചെയ്തിരിക്കണം. എല്ലാവരും ഒരു കാര്യം ഒരുപോലായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഒരുപാട് മെത്തേഡുണ്ട്. ഡിപ്രീസിയേഷന് 10-12ഓളം മെത്തേഡുണ്ട്. സോ നമ്മുടെ രാജ്യത്തെ ഓരോ കമ്പനികളും അവർക്കിഷ്ടപ്പെട്ട മെത്തേഡ് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഓരോ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കമ്പനീസും നമ്മുടെ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് കൃത്യമായിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സത്യത്തിൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. വേണ്ട, ഇതിലും സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, നമ്മൾ 5th സ്റ്റാൻഡേർഡിലാണ്, നമ്മളിപ്പോൾ 10th സ്റ്റാൻഡേർഡാണ്. ഇതിൻ്റെ മീനിങ് എന്താണോ? ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ എല്ലാവരും 10th സ്റ്റാൻഡേർഡിൽ ഒരേ കാര്യമാണ് പഠിക്കുന്നത്. ഒരേ ടെക്സ്റ്റ് ബുക്ക്, ഒരേ സിലബസ്, ഒരേ എക്സാം. എങ്കിൽ മാത്രമേ നമുക്കവിടെ കമ്പയർ ചെയ്യാൻ പറ്റൂ. ഇപ്പം SSLC പരീക്ഷ, കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ SSLC പരീക്ഷ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അല്ലാതെ ഓരോ ജില്ലയ്ക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമോ? ഇല്ല. കാര്യം ഇവരെല്ലാം പഠിച്ചത് ഒരേ കാര്യമാണ്, ഒരേ സിലബസാണ്, ഒരേ ടെക്സ്റ്റ് ബുക്കാണ്, ഒരേ പാഠ്യപദ്ധതി രീതിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ എഴുതാൻ പറ്റും. ആ യൂണിഫോമിറ്റി, അതാണ് ശരിക്കും സ്റ്റാൻഡേർഡ്. 5th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ 5ാം ക്ലാസ്സുകാരനും ഒരേ ടെക്സ്റ്റ് ബുക്കാണ്, അവർക്ക് എല്ലാവർക്കും ഒരേ പരീക്ഷയാണ്. അല്ലാതെ ജില്ല തിരിച്ചോ പഞ്ചായത്ത് തിരിച്ചോ വേറെ വേറെ പരീക്ഷ നടത്തത്തില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരുപോലെ ആയിരിക്കണം, ഒരു ഒത്തൊരുമ ഉണ്ടായിരിക്കണം, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. എവിടെ? കമ്പനികൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനകത്ത് എപ്പോഴും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സോ ഇതെല്ലാം ഇതാ നോക്കിക്കേ, എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഓർ ഗൈഡ് ലൈൻസ് ആണ്. മെയിനായിട്ട് ഓരോ ഓൾട്ടർനേറ്റീവ്സ് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളിലും ഏത് മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് പറയുന്ന ഗൈഡ് ലൈൻസിനെയാണ് സത്യത്തിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ഇതില്ലെങ്കിലുള്ള കുഴപ്പം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 1000 കമ്പനി ഉണ്ടെങ്കിൽ 1000 കമ്പനിയും അവർക്ക് തോന്നുന്ന പോലെ ബുക്ക് പ്രിപ്പയർ ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി എക്സ് എന്ന കമ്പനിയെയും വൈ എന്ന കമ്പനിയെയും കമ്പയർ ചെയ്യാൻ പറ്റാതാവും. കാര്യം രണ്ടുപേരും രണ്ട് രീതിയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതൊഴിവാക്കാനായിട്ട് യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ക്ലിയർ ആയോടോ? നമ്മുടെ സ്റ്റാൻഡേർഡ് പോലെ തന്നെ ഇപ്പം 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസും ഒരുപോലെ ആയിരിക്കും. ഒരുപോലെ മീൻസ് അവരുടെ കഴിവ് വേറെ ആയിരിക്കും. ഞാൻ പറഞ്ഞതല്ല, ഒരേ ടെക്സ്റ്റ്, ഒരേ സിലബസ്, മനസ്സിലായോ? ഒരേ എക്സാം, ഒരേ രീതി, എല്ലാവർക്കും ഒരേ സർക്കുലർ, ഗവൺമെൻറ് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് കൊടുത്താൽ എല്ലാ 6ാം സ്റ്റാൻഡേർഡുകാരനും അത് ബാധകമാണ്. അല്ലാതെ ഒരു ജില്ലയ്ക്ക് മാത്രമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കില്ലല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിലബസിൽ നിന്നൊരു പോർഷൻ എടുത്ത് കളഞ്ഞു, ഇപ്പോൾ സർക്കാർ പറയുവാണ് 6ാം സ്റ്റാൻഡേർഡിലെ ആ 4ാമത്തെ ചാപ്റ്റർ വേണ്ടാന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും അത് വേണ്ടെന്നാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ്. ആ ഒരു യൂണിഫോമിറ്റി കമ്പനികൾക്കിടയിലും വേണം. എല്ലാവരും ഒരുപോലെ ചെയ്യണം. അതിനെയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓൾഡർ വെർഷനാണ്. അതാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് കേൾക്കണം. ഇന്ത്യയുടെ ഓൾഡർ വെർഷനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു സെപ്പറേറ്റ് കോൺസെപ്റ്റാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നതൊരു ജനറൽ ആയിട്ടല്ല ഞാൻ പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നത് 1970കളിൽ ഇന്ത്യയിൽ ഫോർമുലേറ്റ് ചെയ്ത നമ്മുടെ ഒരു ഓൾഡർ വെർഷന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ്. നമ്മൾ അന്ന് ഇടത്തും വലത്തും വാക്കുകളൊന്നും ചേർത്തില്ല. നമ്മൾ അന്നും ഇന്നും അതിനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നു. സോ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ 70കളിൽ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഓൾഡർ വെർഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏകദേശം 32 എണ്ണം ഉണ്ട്. ജസ്റ്റ് ആ 32 പേര് മാത്രം വെച്ച് നമുക്കിപ്പം AS 1 തൊട്ട് AS 32 വരെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഓൾഡർ വെർഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഈ പറയുന്ന 32 എണ്ണം. ഓക്കെ, ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഈ പേരുകൾ വെറുതെ ഒന്ന് കണ്ടുവച്ചിരുന്നാൽ മതി. 32 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ 32 എണ്ണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇന്ത്യയുടെ ഓൾഡർ വെർഷൻ ഓഫ് കോൺസെപ്റ്റ് ആണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ ആദ്യത്തെ ക്ലാസ് കേട്ടിരിക്കണം. വീണ്ടും പറയുന്നു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നതൊരു ജനറൽ കോൺസെപ്റ്റ് അല്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ ഓൾഡർ വെർഷനെയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഓൾഡർ വെർഷൻ ഓഫ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസാണ് ഞാൻ പറഞ്ഞത്. മെയിനായിട്ട് ഒരു കമ്പനിക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു യൂണിഫോമിറ്റി ഉറപ്പാക്കാനായിട്ടാണ് നമ്മളിവിടെ ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 70കളുടെ തുടക്കത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് പർപ്പസുകൾ നോക്കിക്കോ, ഇതൊരൊറ്റ കോൺസെപ്റ്റാണ്. നീഡ്, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, പർപ്പസ്, ബെനിഫിറ്റ്, എന്ത് ചോദിച്ചാലും ഇതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിഫോമിറ്റി കീപ്പ് ചെയ്യലാണ്. കൺസിസ്റ്റൻസി ആൻഡ് യൂണിഫോമിറ്റി. നമ്മളെ സംബന്ധിച്ച് എല്ലാ കമ്പനികളും കാര്യങ്ങളെല്ലാം ഒരുപോലെ ചെയ്തിരിക്കണം. സെയിം മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസ് ആയിരിക്കണം എല്ലാ ഇൻഡസ്ട്രീസും ഫോളോ ചെയ്യേണ്ടത്. ഓൾ കമ്പനീസ് വിത്തിൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി, അതായത് ഇപ്പോൾ സിമൻറ്റ് ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനിയും കാര്യങ്ങളെല്ലാം ഒരുപോലെ ചെയ്യണം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ കമ്പനികളെല്ലാം കാര്യങ്ങളെല്ലാം ഒരുപോലെ ചെയ്യണം. ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലെ കമ്പനികളെല്ലാം കാര്യങ്ങളെല്ലാം ഒരുപോലെ ചെയ്യണം. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണമെന്നർത്ഥം. മറ്റൊന്ന് ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി. കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കണം. ട്രാൻസ്പെറൻസി ഉണ്ടാക്കുക എന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പ്രധാനപ്പെട്ടൊരു പർപ്പസാണ്. കാര്യങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. എന്തൊക്കെയാണോ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് മാനറിൽ, റിലയബിൾ മാനറിൽ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അതാണ് ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി. ഓഫ് കോഴ്സ് കമ്പയറബിലിറ്റി. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്താൽ മാത്രമേ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ SSLC പരീക്ഷയ്ക്ക് കുട്ടികളെ കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും എറണാകുളം ജില്ലയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും തൃശ്ശൂരിന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറും ആണെങ്കിൽ ഈ ജില്ലകളിലെ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം അവരെല്ലാവരും പല പല ക്വസ്റ്റ്യൻസിൽ എഴുതിയത്. അപ്പോൾ ഒരുപോലാണെങ്കിൽ, യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കമ്പയറബിലിറ്റി സാധ്യമാകൂ. അപ്പോൾ കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനമെടുക്കണമെങ്കിൽ എല്ലാ കമ്പനികളും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഫ്രോഡ് പ്രിവെൻഷൻ.
കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കള്ളത്തരം കാണിക്കാനുള്ള ഫ്രോഡ് പരിപാടി കാണിക്കാനുള്ള സാധ്യത നന്നായിട്ട് കുറയും. കാര്യം ഗവൺമെൻറ് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് വഴി പറയുന്നുണ്ട്, ഈ കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് അതിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഫ്രോഡ് പ്രിവെൻഷൻ സാധ്യമാകും. അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിന് കൺഫ്യൂഷൻ ഒഴിവാകും. കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതൊരു അക്കൗണ്ടിങ് പ്രാക്ടീഷണർ ആണെങ്കിലും ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ പുള്ളിക്ക് മുൻകൂട്ടി അറിയാം ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ദെൻ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കും. കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെൻ്റ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. എ എന്ന കമ്പനി വേണോ, ബി എന്ന കമ്പനി വേണോ, എ എന്ന കമ്പനിക്ക് കടം കൊടുക്കണോ, ബി എന്ന കമ്പനിക്ക് കടം കൊടുക്കണോ, എ എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ബി എന്ന കമ്പനി. കാര്യം ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ പറ്റും. രണ്ടുപേരും ഒരേ രീതിയിലാണല്ലോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം 4000 എന്ന ഒരു ഫിഗർ എ എന്ന കമ്പനിയിലും 4500 എന്നൊരു ഫിഗർ ബി എന്ന കമ്പനിയിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതാണ് കൂടിയത്. കാര്യം രണ്ടുപേരും ഒരേ മെത്തേഡിലാണ് ഈ ഫിഗറിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ. റെഡ്യൂസ്ഡ് കോസ്റ്റ്, അതെന്താ സംഭവം എന്നറിയോ? കൃത്യമായിട്ടൊരു ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കമ്പനിക്കകത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയവും മെനക്കെടത്തില്ല, ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ടി വരത്തില്ല. അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് കിട്ടും. കൃത്യമായിട്ട് നമുക്ക് ഒരു ഗ്ലോബൽ ഓപ്പറേഷനിലേക്ക് നമുക്കറിയാം ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രാക്ടീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് ഗ്ലോബൽ ഓപ്പറേഷൻ, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം മറ്റൊരു രാജ്യത്തുള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം ആ രാജ്യം കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ ഓപ്പറേഷനിലേക്ക് നമുക്ക് നമ്മുടെ കമ്പനികളെ കിടത്തിവിടാൻ പറ്റും. കാര്യം നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് കൺട്രീസ്, ഈവൻ ഡിഫറൻറ്റ് കൺട്രീസ് ഇത് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാര്യം അവരുടെ രാജ്യത്തും ഉണ്ടല്ലോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇതിൻ്റെ ബെനിഫിറ്റായിട്ട് വരുന്നത്. പിന്നെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വീണ്ടും വരുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ വേരിയേഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പലരും പല രീതിയിൽ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. വീണ്ടും അത് തന്നെ പറയുന്നത് അക്കൗണ്ടിങ് പ്രാക്ടീഷേഴ്സിൻ്റെ കൺഫ്യൂഷൻ കുറയ്ക്കാം. സെയിം തന്നെ ബെനിഫിറ്റും ഫുൾ ഡിസ്ക്ലോഷർ ഉറപ്പുവരുത്താൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വരുത്തും, ദെൻ വാല്യൂ ഷെയർസിൻ്റെ ഫ്ലക്ച്വേഷൻ കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം ഒരേ കാര്യം തന്നെ, സെയിം കാര്യങ്ങൾ. ഓഡിറ്റേഴ്സിനെ സഹായിക്കും, കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കാര്യം ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അഡ്വാൻറ്റേജും പറയുന്നുണ്ടെന്ന്. ടെക്സ്റ്റിൽ എന്തിനാണെന്നറിയില്ല, അതിവിടെ അഡ്വാൻറ്റേജും ഉണ്ട്. പിന്നെ ടെക്സ്റ്റിൽ വീണ്ടും കൊണ്ടുവന്നിട്ട് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ബെനിഫിറ്റ്സ്. സോ നമ്മളീ പഠിച്ചത് ഒറ്റ ടോപ്പിക്കായിട്ടാണ്. നീഡ്, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, പർപ്പസ്, ബെനിഫിറ്റ്, ഇതെല്ലാം സെയിം ആണ്. ബേസിക്കലി എല്ലാവരും ഒരുപോലെ ചെയ്താൽ, അങ്ങനെ ചിന്തിച്ചാൽ മതി, എല്ലാ കമ്പനികളും ഒരു പെർട്ടിക്കുലർ കാര്യം ഒരുപോലെ ചെയ്താൽ യൂണിഫോമിറ്റി ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും, കമ്പയർ ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് പ്രാക്ടീസിന് റെഡ്യൂസ്, അതായത് ഇവരുടെ കൺഫ്യൂഷൻസ് കുറയ്ക്കാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിന് സഹായമാകും, ഡിസിഷൻ മേക്കിങ്ങിന് സഹായമാകും, റെഡ്യൂസ്ഡ് കോസ്റ്റ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ നമുക്ക് ടൈമും എഫേർട്ടും ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഓർത്തിരുന്ന് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ വീണ്ടും പറയുന്നു, നമ്മൾ ഈ പഠിക്കുന്നത് AS ആണ്. ഇപ്പോൾ ഈ പറഞ്ഞത് AS ആണ്. AS എന്ന് പറയുന്നത് 70കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഓൾഡർ വെർഷനാണ്. അത് കൊണ്ടുവരുന്ന സമയത്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ആപ്ലിക്കബിലിറ്റിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള ബിസിനസ്സുകളെ 3ആയിട്ട് തരംതിരിച്ചു. പക്ഷേ ഇന്ന് ഇതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാരണം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഈ AS അല്ല ശരിക്കും ഇന്ന് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മളത് മാറ്റിയിട്ട് ഇന്ത്യ AS ആക്കിയിട്ടുണ്ട്. എങ്കിലും ചെറുകിട സ്ഥാപനങ്ങളെല്ലാം ഇന്ന് വേണമെങ്കിൽ AS ഉപയോഗിക്കാം. അപ്പോൾ ഈ പറയുന്ന ലെവൽ എന്താണെന്ന് വെച്ചാൽ, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന സമയത്ത്, ഇപ്പോഴല്ല, നിലവിൽ വന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്തെ ബിസിനസ്സുകളെ 3ആയിട്ട് തരംതിരിച്ചിരുന്നു. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഇന്ന് ഇതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഇത് പഠിക്കേണ്ട കാര്യം, ഈ ലെവൽ 1 എൻ്റർപ്രൈസുകളെല്ലാം ഇന്ന് ASലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിലവിൽ വന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ടോട്ടൽ ബിസിനസ് സ്ഥാപനങ്ങളെ 3 ലെവലായിട്ട് തരംതിരിച്ചിട്ടാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇത് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല.
കാര്യം ഇന്ന് ഈ ക്ലാസിഫിക്കേഷൻ അല്ല. ഇന്ന് വൻകിട കമ്പനികളെല്ലാം എല്ലാ ലിസ്റ്റഡ് കമ്പനീസും AS അല്ല ഫോളോ ചെയ്യുന്നത്, ഇൻഡ് AS ആണ്. ഇൻഡ് AS ആണ്. ആ കഥയൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അതാ ഞാൻ പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സാണ് ബേസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഉള്ള ഈ ഫസ്റ്റ് കോൺസെപ്റ്റ്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നും മെയിനായിട്ടൊരു 32 എണ്ണം ഉണ്ടോ, 32 നമ്മുടെ ഓൾഡർ വെർഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 32 എണ്ണം വരും. അത് AS എന്ന് എഴുതത്തുള്ളൂ. ഞാൻ AS എന്ന് മാത്രമേ എഴുതൂ. ദെൻ അതിൻ്റെ നീഡ്, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, പർപ്പസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് കിടപ്പുണ്ട്. ഇതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിലവിൽ വന്ന സമയത്ത് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, അന്തക്കാലത്ത് ആ ആപ്ലിക്കബിലിറ്റിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ബിസിനസ്സിനെ 3ആയിട്ട് തരം തിരിച്ചിരുന്നു. ഓക്കെ, അത് ചരിത്രമാണ്. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഈ പറയുന്ന ലെവൽ 1 എൻ്റർപ്രൈസുകളെല്ലാം AS ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, അതൊക്കെ ഇൻഡ് ASലോട്ട് മാറി. അപ്പോൾ ഇതൊരു ചരിത്രമാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചായിരുന്നു ASൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത്. അതിന് ഇന്ന് AS അല്ലല്ലോ പല കമ്പനി ഉപയോഗിക്കുന്നത്. അതാണല്ലോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നന്നായിട്ട് കേട്ടു. ഈ രണ്ടാമത്തെ ക്ലാസ്സും കേട്ട് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ 4 കോൺസെപ്റ്റ് ഉണ്ട്, ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കി കാണും. ദെൻ ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണെന്നും അതിൻ്റെ നീഡ്, പർപ്പസ്, അഡ്വാൻറ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ.